തട്ടിക്കൊണ്ടുപോകൽ കേസ് വഴിത്തിരിവിൽ 66 ലക്ഷം അക്കൗണ്ടിൽ കണ്ടെത്തി. നമസ്കാരം. തട്ടിക്കൊണ്ടുപോകൽ കേസ് അവസാനം ജീവനക്കാരികളുടെ അക്കൗണ്ടിൽ 66 ലക്ഷം രൂപ എത്തിയതായി കണ്ടെത്തി. ജീവനക്കാരികൾ അന്വേഷണത്തിൽ സഹകരിക്കാതെ ഒളിവിൽ മുങ്ങി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കാര്യങ്ങൾ പറഞ്ഞെന്നും ഉചിതമായ നടപടി എടുത്തിരിക്കുമെന്നും മറുപടി ലഭിച്ചെന്നും BJP നേതാവും നടനുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും. കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയയുടെ കവടിയാറിലെ ഇമിറ്റേഷൻ ആഭരണക്കടയിലെ 3 ജീവനക്കാരികൾ തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ ശ്രമിച്ചെന്ന പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് തട്ടിയെടുത്തതെന്ന് പറയുന്ന പണം ജീവനക്കാരികളുടെ ബാങ്ക് അക്കൗണ്ടിൽ കണ്ടത്. QR കോഡിൽ കൃത്രിമം കാട്ടി ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയെടുത്തെന്ന് കാട്ടി ജീവനക്കാർക്കെതിരെ നേരത്തെ പരാതി നൽകിയിരുന്നു. 69 ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിൽ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പണം നഷ്ടപ്പെട്ട സംഭവത്തിൽ ആരോപണ വിധേയരായ ജീവനക്കാരുമായി കൃഷ്ണകുമാറും ദിയയും ചർച്ച നടത്തിയിരുന്നു. ചർച്ചയിൽ പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ട പ്രകാരം ജീവനക്കാർ 8 ലക്ഷം രൂപ നൽകി. ബാക്കി പിന്നീട് നൽകാമെന്ന് ജീവനക്കാരും അവരുടെ ബന്ധുക്കളും സമ്മതിച്ചിരുന്നെങ്കിലും പിന്നീട് അവർ കേസുമായി പോവുകയായിരുന്നു. തുടർന്ന് കൃഷ്ണകുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോവുകയും കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ലഭിച്ച മറുപടി വളരെയധികം റിലീഫ് നൽകുന്നതായിരുന്നെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. ഏറ്റവും ഉചിതമായ നടപടി എടുത്തിരിക്കും. അന്വേഷണം കൃത്യമായിരിക്കും. ഒരു കാരണവശാലും ഭയക്കണ്ടെന്ന ഉറപ്പ് എനിക്കും എൻ്റെ മകളെ വിളിച്ചും അവർ പറഞ്ഞതായും കൃഷ്ണകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 3 പതിറ്റാണ്ടുകൾ പിന്നിട്ട സൂര്യ, വിശ്വാസത്തിന്റെ സുവർണമുദ്ര. ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന ഡിസൈനുകളും മികച്ച കളക്ഷനുമായി സൂര്യ ജ്വല്ലേഴ്സ്. സൂര്യ ടവർ, കോട്ട. ഫോൺ 9446918447. മാർക്കറ്റ് റോഡ്, ചെങ്ങന്നൂർ. ഫോൺ 9188803071.